എല്ലാവർക്കും ഒരു ഹൈ പോയി എന്നാണ് പോകുന്നത് സോർലൻഡ് 2 എന്നാലും ഇവിടെ എപ്പിസോഡ് 109 ഓക്കെ. ഇപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ യുഹാവ് അവരോട് 5000 മീറ്ററിന് മുകളിൽ പോയി പിന്നെ ഗ്ലൈഡ് ചെയ്ത് അതെല്ലാം ബ്രേക്ക് ആക്കണം എന്നിട്ട് യുഹാവ് പറയുന്നുണ്ട്. അത്ര ഉയരമാണെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് 150 മൈനസ് 150 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തിക്ക് എയറുമാണ്. ഒരു സൂപ്പർ ഡോൾവോന് പോലും 15 മിനിറ്റ് കൂടുതൽ പറ്റില്ല. അവിടെ ഉള്ളവർ ടെൻഷനാകുമ്പോൾ യുഹാവ് എന്ന അവൻ ഐസ് മാർഷൽ സോൾ ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല എന്ന് പറയാണ്. അങ്ങനെ അവസാനം യുഹാവനോട് നമ്മൾ ചേർന്ന് നടത്താൻ പോകുന്ന മിഷൻ ഈ ചായ കുടിച്ച് തുടങ്ങാം. അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്തത് ഓർത്തിട്ട് അത് ആലോചിച്ചിട്ട് സമ്മതിച്ച് കുടിക്കുകയാണ്. അതുപോലെ അവൻ്റെ ഹോം ടൗൺ എവിടെയാണെന്ന് ചോദിക്കുകയും അവനതിന് ഷിങ്ലു എംപയറിൻ്റെ ജസ്റ്റ് ഒരു റൂറൽ ഏരിയയിലാണ്. അതത്ര ഫേമസ് അല്ല. അത് കേട്ട അതിശയം, ഇത്ര ടാലൻ്റ് ഉള്ളവർ അത്ര ഫേമസ് അല്ലാത്ത ഒരു സ്ഥലത്തും. അതിന് ഡായ്ഹങ് അതാണ് ഷ്രക്കിൻ്റെ ടാലൻറ്റ്. നമുക്ക് മിഷൻ അത് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയേ പ്രിൻസസ് ജു നിങ്ങൾ വന്നല്ലേ ഉള്ളൂ, റെസ്റ്റ് എടുക്ക്, കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷം രാത്രി വൂട്ടോങ്ങിരിക്കുന്ന അങ്ങോട്ട് പോകുന്നു. എന്താ ഒറ്റയ്ക്കിരിക്കുന്നേ എന്ന് ചോദിക്കേ, നിനക്കെന്താ സ്റ്റാർസിനെ മിസ് ചെയ്തോ, ഇങ്ങോട്ട് വരാ എന്ന് തിരിച്ച് കളിയാക്കാണ്. അവന് പറയുന്നുണ്ട് വാങ്ഡോങ് ആയിട്ട് എങ്ങനെ വന്നിരിക്കുമായിരുന്നു എന്നൊക്കെ പഴയ കാര്യങ്ങൾ പറയുകയാണ്. അവളതിന് വാങ്ഡോങ്ങിന് നീ ഇപ്പോഴും റൊമാൻറ്റിക് ഹീറോ ആണ് എന്നതിന് അല്ല, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. അവന് തമ്മിൽ മാർഷൽ സോൾ ഫ്യൂഷൻ ചെയ്ത് ഒരുപാട് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവളില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നതിന് അവൾ പറ്റില്ല. അവൻ പിന്നെയും കുറച്ച് കൺവിൻസ് ചെയ്ത് ആ സംഭവം അവൻ ഉറപ്പിക്കണം ഇത് അവൾ തന്നെയാണെന്ന്. അതേപോലെ തന്നെ 15 മിനിറ്റ് നോക്കാമെന്ന് അവൾ സമ്മതിച്ച് ഒരു സ്ഥലത്ത് പോയി ചെയ്യാനായിട്ട് ഒരുങ്ങി. ഇവിടെ വെച്ച് അവൾ റെഡിയായി. അവൻ സ്മൈൽ ചെയ്ത് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അപ്പോൾ ഉണ്ട് അവളുടെ നെറ്റിയിൽ ആ ലൈറ്റ് അത് ഗ്ലോ ആയിട്ട് തടയിക്കണ്. അവൻ ഷോക്ക്, കാരണം വാങ്ഡോങ് ആയിട്ട് 100% സക്സസ് ആയിരുന്നല്ലോ. മറ്റേ മാർഷൽ സോളൊക്കെ വെച്ച് നോക്കി നടക്കുന്നില്ല. അവനാകെ തകർന്നുപോയി. പലതും വെച്ച് നോക്കിയിട്ട് ഒന്നും തന്നെ നടന്നില്ല. വൂട്ടോങ് അത് വാങ്ഡോങ് അല്ല എന്നത് അവന് മനസ്സിലായി. അവൻ്റെ മനസ്സ് തന്നെ ഉടഞ്ഞുപോയി. അവളിത് അങ്ങനെ എല്ലാവർക്കും സക്സസ് ആകില്ല എന്നത് പറയേ അവൻ സോറി എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. അവളവും മനസ്സിലായില്ല വാങ്ഡോവിന് അവൻ അത്രത്തോളം ഇഷ്ടമാണോ, എനിക്കെന്താ മനസ്സ് ഒരുമാതിരിയാകുന്നേ എന്ന് അവളും വിചാരിക്കുന്നുണ്ട്. അവൻ അവിടെ നിന്ന് സങ്കടം കാരണം ഓടുന്നു. മനസ്സിലെ മുഴുവനും വാങ്ഡോങ് തന്നെയായിരുന്നു. അവൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പിറ്റേന്നായി അവൾ എഴുന്നേറ്റ് അവൻ നോക്കിയാൽ അപ്പോഴും ഓക്കെ അല്ല എന്നത് മനസ്സിലായിട്ട് അത് ഉറപ്പിക്കാനായിട്ട് നോക്കി. ഇപ്പോൾ നല്ല ഡിസ്റ്റൻസ് ഇട്ട പോലെയാണ്. അവളങ്ങനെ നിൽക്കേ, പിന്നെ നിങ്ങൾ അടിയായോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വരുന്നു. എന്തു പറ്റിയെന്ന് ചോദിക്കേ നടന്ന കാര്യം പറയുന്നുണ്ട്. ഫ്യൂഷൻ സ്കില്ല് ഫെയിലായി, അപ്പോൾ മുതൽ ഇങ്ങനെയാണ്. അത് കേട്ടിട്ട് ഞാൻ എന്ത് ഫെയിലായിരുന്നു, നമുക്കപ്പോൾ തെറ്റുപറ്റി, അത് നീയല്ല. കാര്യം ഫുള്ള് പറയാനായിട്ട് പറയുമ്പോൾ ഞാൻ ആ സത്യം എല്ലാം പറയുന്നുണ്ട്. അവരാദ്യം മീറ്റ് ചെയ്തത്, പിന്നെ അവരുടെ ജേണി, അവരതിലൂടെ വളരെ ക്ലോസ് ആയത്, ഹേഷ്യൻ ഐലൻഡിൽ വെച്ച് വാങ്ഡോങ് ഒരു ഗേളാണെന്ന് അറിഞ്ഞതും അത് മനസ്സിലായിട്ട് അവരുടെ റിലേഷൻഷിപ്പ് തുടങ്ങി. അങ്ങനെ പോകെ അവൾക്ക് ജീവൻ പോകുന്ന അവസ്ഥയിൽ സ്റ്റാർ ഫോറസ്റ്റ് പോയിട്ട് ഹാർട്ട് ബ്രോക്കൺ ഫ്ലവർ അവൻ്റെ ജീവൻ വെച്ച് തന്നെ എടുത്തു. അതിലൂടെ അവൻ്റെ ലെഗ് പാരലൈസ് ആയി. എന്നിട്ട് സൺമൂൺ എംപയർ ആയിട്ടുള്ള ഫൈറ്റിൽ ജയിച്ചു. എന്നാൽ അവർ ചെയ്ത തിരിച്ചുള്ള അറ്റാക്കിൽ ഒരു വലിയ ട്രാപ്പിൽ തന്നെ ആക്കി. അവിടെ വെച്ച് വാങ്ഡോങ് അവളുടെ ജീവൻ അവന് വേണ്ടി കൊടുക്കുകയാണ് ചെയ്തത്. ഓർമ്മ ഉണ്ടല്ലേ, വാങ്ഡോങ്ങും വാങ്ഷിവറും തമ്മിലുള്ള ഫൈറ്റ് ആ ലവ് വാലിയിൽ നടന്ന അതാണ് സംഭവം. അത് കേട്ടിട്ട് അവൾക്ക് സങ്കടമായി. അതിനുശേഷം മീറ്റിംഗ്, അവിടെ അവൻ്റെ പ്ലാന് ആ മൗണ്ടൻ പിടിച്ചെടുക്കണം. അങ്ങനെ പേടിക്കണമെങ്കിൽ അവിടെ എത്തണം, അതാണ് വേണ്ടത്. എന്നാൽ വഴിയിലായിട്ട് ഒരുപാടധികം ലെവൽ 9 സോൾ ഗൈഡിങ് നാവിഗേഷൻസ് ഉണ്ട്. അതെല്ലാം ബ്രേക്കാക്കിയാണ് വേണ്ടത്. എന്നങ്ങനെ ബ്രേക്കാക്കിയ അതിൻ്റെ ഡൊളുവ മാസ്റ്ററായ ഡൊളുവ ബുള്ള് എന്ന ആൾ വരും. അയാളെ തടയണം, അതാണ് വേണ്ടത് ഫസ്റ്റ്. ആ മൗണ്ടൻ പിടിക്കുന്ന കാര്യം പറയുമ്പോൾ വേണ്ട, വേറെ വല്ല പ്ലാൻ നോക്കുന്ന പറയണം. അത് ചോദിക്കേ അവരുടെ 200 സോൾ മാസ്റ്ററിലധികം പേരും ഇൻക്ലൂഡിങ് സെയിൻറ്റ് ഗ്രേറ്റ് സോൾ മാസ്റ്റേഴ്സ് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റാതെ ഇല്ലാതായത് അവിടെ വെച്ചാണ്. അവിടെ അതിനൊരു കാരണമുണ്ട്. സൺമൂൺ എംപയറിൻ്റെ ഹെൽപ്പായിട്ട് ലെജൻഡറി ക്ലോസ് ആയ ലെവൽ 10 സോൾ ഗഡി മാസ്റ്റർ ദ ടവർ ഓഫ് റിപ്പർ അവിടെ ഉണ്ട്. അത് കേട്ട് അവരൊന്ന് ഷോക്കായി. യുഹാവ എന്നാൽ എനിക്കറിയാം സൺമൂൺ എംപയറിൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ടൂള് അതിലൊന്നാണ്. എന്നാൽ അതെനിക്കൊരു വഴിയുണ്ട്. അവരൊരു പ്രാവശ്യം അവിടെ നിന്ന് ഷിങ്ലു എംപയറിനെ നേരെ ഉപയോഗിച്ചെങ്കിൽ അവിടെ തന്നെ ഞാൻ അട്ടി കൊടുക്കും എന്ന് അവർ പ്രതീക്ഷിക്കാത്ത ഒരു അട്ടി കൊടുക്കും എന്ന് പറയുകയാണ്. ഡായ്ഹാവ് അപ്പോൾ ആസ് എ സോൾജിയർ എന്ന നിലയ്ക്ക് എനിക്ക് നിന്നെ തടയാൻ കഴിയില്ല. എന്ത് ഹെൽപ്പാണ് നമ്മളിൽ നിന്ന് വേണ്ടത്? അവൻ്റെ പ്ലാൻ ഒന്ന് പറയുകയാണ്. അതെന്താണെന്ന് നമുക്ക് കേൾപ്പിക്കുന്നില്ല. വൂട്ടോങ് കേട്ടിട്ട് ഇവ ശരിക്കും പോവുകയാണോ? അവൻ അതിനിടയ്ക്ക് പറയുന്നുണ്ട് 80% ചാൻസ് ഉണ്ട് അത് മതിയെന്ന്. അവൻ്റെ അവസ്ഥ ഇപ്പോഴും മോശമാണ്. ഞാൻ അവനെ ഓർത്ത് ഇത്രയും ടെൻഷനാകുന്ന എന്തിനാ എന്നൊക്കെ അവളും വിചാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ പ്ലാൻ പറഞ്ഞിരിക്കെ എനിക്ക് അറിയാൻ സപ്പോർട്ട് വേണം. അപ്പോൾ വൂട്ടോങ് ഞാൻ വരാം, കാരണം അവൾക്ക് ഫ്ലൈ ചെയ്യാൻ കഴിവുണ്ട്. ഈഗോയ്ക്കാകട്ടെ അവളുടെ ഗോൾഡൻ ഏഞ്ചൽ ആയതുകൊണ്ട് തന്നെ ബ്രൈറ്റ് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ പറ്റില്ല. യുഹാവ പിന്നെ സമ്മതിച്ച് ഈഗോയിനോട് സെക്കൻഡ് എയർ സപ്പോർട്ടറായിട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. ബാക്കിയുള്ളൊരു ഗ്രൗണ്ട് സപ്പോർട്ടിനും പറയുകയാണ്.
മിഷൻ സ്റ്റാർട്ടായി 2 മണിക്കൂർ ഗ്രാപ്പിൽ വരാനായിട്ട് പറഞ്ഞു. അതിനുശേഷം ആർമി റെഡിയായി പോകുന്നു. യുഹാവോ അവൻ പോകാനായിട്ട് സെറ്റായി. അവരങ്ങനെ നടന്ന് വരെ ഡൈലൂലി സങ്കടത്തോടെ കാണുന്നുണ്ട്. അവ യുഹാവനെ ഓർത്ത ടെൻഷനുണ്ട്. യൂസാൻഷിയെ വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. കാരണം ഇതൊരു ലൈഫ് ആൻഡ് ഡെത്ത് മിഷനാണ്, അവൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് കയറി പോകുന്നു. ഊട്ടോങ്ങിന് അവനോട് ഒന്നും പറയാൻ തന്നെ പറ്റുന്നില്ല. ഡൈലൂലി യുഹാവനോട് ഇങ്ങനെ ചെയ്യണോ, എന്തിനു വേണ്ടി? അവനതിന് സൺമൂൺ എംപയറിനെ പറ്റി അറിയാൻ അവരുടെ പ്ലാനിങ് എന്നാ ഇത് ഡേഞ്ചറാണ്, നടക്കോ എന്ന് അവൻ ചോദിക്കേ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ആണ്. ഊട്ടോങ് നീ ആ ടവർ ഓഫ് റിപ്പറിന് വേണ്ടി ആണോ ഇന്നലെ ഫ്യൂച്ചർ സ്കില്ല് നോക്കി എന്ന് അവൾ കരുതുവാണ്. എന്നാൽ വാങ്ഡോങ് ആണോ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണെന്ന് അവൾക്കറിയില്ല. എന്നാൽ സത്യം അതല്ലല്ലോ. അവൻ കയറി എത്തി. അവിടെ ഡൈഹനുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ തന്നെ മുൻപിൽ കാണും എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് പോകുന്നു. ഇനി എന്താണ് നടക്കാൻ പോകുന്നത് അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ചെറിയ എപ്പിസോഡാണെന്ന് അറിയാം, സോറി. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.